14,000. ഇംഗ്ലണ്ടുമായി 307 വർഷമായി തുടരുന്ന ബന്ധം അവസാനിപ്പിക്കേണ്ടതില്ലെന്ന് സ്കോട്ടിഷ് ജനത തീരുമാനിച്ചു. പ്രഥമ മന്ത്രി അലക്സ് സാൽമണ്ടിന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര രാഷ്ട്രവാദികളോട് 55% സ്കോട്ട്ലൻഡുകാരാണ് നോ പറഞ്ഞത്. 32 പ്രാദേശിക കൗൺസിലുകളിലായി 43 ലക്ഷം പേർ വോട്ട് രേഖപ്പെടുത്തിയ ഹിതപരിശോധനയിൽ 4 കൗൺസിലുകൾ മാത്രമാണ് സ്വതന്ത്രവാദികളെ അനുകൂലിച്ചത്. തലസ്ഥാനമായ എഡിൻബർഗ് അടക്കം 27 ഇടങ്ങളിലും ഐക്യവാദികൾ മുന്നിലെത്തി. വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ വ്യക്തമായ മുന്നേറ്റം നടത്തിയ ഐക്യവാദികൾ ഒരു ഘട്ടത്തിൽ പോലും പിറകിലായില്ല. വെയിൽസിലും ബ്രിട്ടനിലുമുള്ള 4 ലക്ഷത്തോളം സ്കോട്ടിഷ് പൗരന്മാർക്ക് വോട്ടവകാശം നിഷേധിക്കുകയും സ്കോട്ട്ലൻഡിലുള്ള 10 ലക്ഷം വരുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് വോട്ടവകാശം നൽകുകയും ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ തീരുമാനം അന്തിമഫലത്തിൽ നിർണായകമായി. തോൽവി അംഗീകരിക്കുന്നതായി അലക്സ് സാൽമണ്ട് പ്രതികരിച്ചു. I accept that verdict of the people and I call on all of Scotland to follow suit in accepting the democratic verdict of the people of Scotland. സ്കോട്ടിഷ് ജനതയെ അഭിനന്ദിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറോൺ സ്കോട്ടിഷ് പാർലമെന്റിന് കൂടുതൽ അധികാരങ്ങൾ നൽകുമെന്നും പ്രഖ്യാപിച്ചു. And like millions of other people, I am delighted. The three pro-union parties have made commitments, clear commitments, on further powers for the Scottish Parliament. We will ensure that those commitments are honoured in full. ഹിതപരിശോധനാ ഫലം പുറത്തുവന്നതോടെ പൗണ്ടിന്റെ മൂല്യം 6 വർഷത്തെ ഏറ്റവും വലിയ നിലയിലെത്തി. ഇംഗ്ലണ്ട് വിഭജിക്കണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്രവാദികൾ രംഗത്തെത്തിയതോടെയാണ് സ്കോട്ട്ലൻഡിൽ ഹിതപരിശോധന നടന്നത്. പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ അടക്കമുള്ളവർ വിഭജനാവശ്യത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് സ്കോട്ട്ലൻഡിൽ പ്രചാരണത്തിനെത്തിയിരുന്നു. സ്കോട്ട്ലൻഡിന്റെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടാൻ വിഭജനം അനിവാര്യമാണെന്നായിരുന്നു സ്വതന്ത്രവാദികളുടെ വാദം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.